Hi friends, welcome back to day 6, 30-day study plan of Laboratory Assistant 10th Mains Examinations. ഇന്ന് നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഡേ 6ൽ നമുക്ക് ആദ്യം പഠിക്കേണ്ടത് ലാഭവും നഷ്ടവും. നിങ്ങൾ ശതമാനം എന്ന ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞല്ലോ അല്ലേ? അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമുക്ക് ലാഭവും നഷ്ടവും കുറച്ച് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ലാഭവും നഷ്ടവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, അത് പഠിക്കുക. നമ്മുടെ ജെറിൻ സാറിൻ്റെ ട്രിക് ടേൺ എന്ന് പറഞ്ഞ ടെലഗ്രാം ചാനലിലെ നമ്മൾ സെർച്ച് ചെയ്യുക, ലാഭവും നഷ്ടവും സെർച്ച് ചെയ്യുമ്പം ആ ടോപ്പിക്ക് പഠിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം സാറ് കുറേ ക്വസ്റ്റ്യൻസ് ടെലഗ്രാമിൽ കൊടുക്കാറുണ്ട്, ഒരു എക്സാം പോലെ കണ്ടക്ട് ചെയ്യാറുണ്ട്. ആ ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടും. ആ ക്വസ്റ്റ്യൻ ആകുമ്പം ലാഭവും നഷ്ടത്തിൻ്റെ എല്ലാ ഏരിയാസും ടച്ച് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്തതിന് ശേഷം അതിൻ്റെ ആൻസേഴ്സും PDF ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യാറുണ്ട്. അത് നോക്കിയിട്ട് ആൻസറും കറക്റ്റ് ചെയ്യുക, ആ രീതിയിൽ പഠിക്കുക. പിന്നെ അതുപോലെ ലാഭവും നഷ്ടത്തിൻ്റെ PYQs നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താലും നമുക്ക് വീഡിയോസ് അവൈലബിളാണ്, അത് കണ്ടിട്ടും പഠിക്കാം. ഇംഗ്ലീഷ് ടെൻസ് ഇൻ കണ്ടീഷണൽ സെൻറ്റൻസ് ആണ് പഠിക്കേണ്ടത്. ടെൻസ് എന്ന ടോപ്പിക്ക് നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞല്ലോ. അപ്പോൾ ഇനി ടെൻസ് ഇൻ കണ്ടീഷണൽ സെൻറ്റൻസ് പഠിക്കാൻ എളുപ്പമാണ്. ഈ ഒരു ടോപ്പിക്ക് പഠിക്കാൻ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറഞ്ഞാൽ പ്രോബബിൾ കണ്ടീഷൻ, ഇംപ്രോബബിൾ കണ്ടീഷൻ, ഇംപോസിബിൾ കണ്ടീഷൻ, ഈ 3 കണ്ടീഷനിലും ഒരു എക്സാമ്പിൾ പഠിച്ചു വയ്ക്കുക. ഒരു എക്സാമ്പിൾ എടുത്തിട്ട്, പ്രോബബിൾ കണ്ടീഷനിലെ ഒരു എക്സാമ്പിൾ എടുത്തിട്ട് അതെങ്ങനെ ഇംപ്രോബബിൾ ആക്കാം, എങ്ങനെ ഇംപോസിബിൾ ആക്കാം, ഈ 3 എക്സാമ്പിൾസ് പഠിച്ചു വയ്ക്കുമ്പോൾ ഒറ്റ സെൻറ്റൻസ് എടുത്തിട്ട് അതിനെ 3 കണ്ടീഷനിലേക്ക് മാറ്റി പഠിച്ചു വയ്ക്കുക. അത് നമ്മുടെ മനസ്സിലങ്ങ് ബൈഹേർട്ടാക്കി വയ്ക്കുമ്പം മറ്റേത് ടൈപ്പ് വന്നാലും നമുക്ക് ഈസി ആയിട്ട് ആൻസറിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ, ടെൻസ് ഇൻ കണ്ടീഷണൽ സെൻറ്റൻസ് പഠിക്കാനായിട്ട്. ഇനി അടുത്തത് മലയാളത്തിലേക്ക് വരുമ്പോൾ, മലയാളത്തിൽ നമുക്ക് പഠിക്കേണ്ട ടോപ്പിക്ക് പരിഭാഷയാണ്. പരിഭാഷ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് OA എക്സാമിനും റീസെൻ്റായിട്ട് കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസ് എക്സാമിനും ഒക്കെ പരിഭാഷ എന്ന ടോപ്പിക്കിൽ നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഒരു എക്സാമ്പിൾ നമുക്ക് പറയുകയാണെങ്കിൽ ടെറിട്ടോറിയൽ ഡോമിനേഷൻ എന്നത് നമ്മുടെ സെക്രട്ടേറിയറ്റ് OA എക്സാമിന് വന്നിട്ടുള്ളൊരു ചോദ്യമാണ്. ടെറിട്ടോറിയൽ ഡോമിനേഷൻ എന്നത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയാൽ എന്താണ് അതിൻ്റെ മലയാളം, എങ്ങനെയാണ്? പ്രാദേശിക ആധിപത്യം എന്നുള്ളതാണ്. അതുപോലെ ഡിഗ്രി പ്രിലിംസിന് സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് എന്നതിൻ്റെ മലയാള പരിഭാഷാ പദരൂപം ഏതെന്ന് ചോദിച്ചു. അപ്പോൾ ഇങ്ങനെ മലയാള പരിഭാഷാ പദരൂപങ്ങൾ ചോദിക്കുന്നത് ഇപ്പോൾ PSCയുടെ ഒരു ട്രെൻഡായി മാറിയിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചു വയ്ക്കാം കേട്ടോ. ഇപ്പോൾ ഡെമി ഒഫീഷ്യൽ ലെറ്റർ, എന്താണ് ഡെമി ഒഫീഷ്യൽ ലെറ്റർ? അർദ്ധ ഔദ്യോഗിക കത്ത്, അതാണ് അതിൻ്റെ കറക്റ്റ് മലയാളം പരിഭാഷ. അതുപോലെ കാറ്റലോഗ് എന്നതിൻ്റെ മലയാളം പരിഭാഷ എന്താണ്? ഗ്രന്ഥസൂചി എന്നുള്ളതാണ്, ഗ്രന്ഥസൂചി. ഇനി സർക്കുലർ ആണെങ്കിലോ വിജ്ഞാനപത്രം അല്ലെങ്കിൽ പരിപത്രം എന്നെല്ലാം പറയുന്നത് സർക്കുലർ എന്നതിൻ്റെ മലയാളം പരിഭാഷയാണ്. ഫാഷൻ മോങ്കർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫാഷൻ മോങ്കർ അഴകിയ രാവണനാണ്. അപ്പോൾ ഇതുപോലെയുള്ള ചോദ്യങ്ങൾ വേണം നിങ്ങൾ പരിഭാഷയിൽ പഠിക്കാൻ വേണ്ടിയിട്ട്. ക്ലിയർ ആയല്ലോ? ഓക്കെ, കറണ്ട് അഫയേഴ്സിലേക്ക് വരുമ്പോൾ കറണ്ട് അഫയേഴ്സ് ഒന്ന് കംപ്ലീറ്റ് ആവാനുള്ള ഒരു ചാൻസും കൂടിയാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. ഏപ്രിൽ 2025 നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഒരു ദിവസം നിങ്ങൾക്ക് അതിന് വേണ്ടി തന്നു, പിന്നെ റിവിഷനും തന്നു. അതുകൂടാതെ കംപ്ലീറ്റ് ആവാനിരിക്കുന്നവർക്ക് ഈ ഒരു ദിവസം കൊണ്ട് അതുകൂടി കംപ്ലീറ്റ് ആക്കുക. കാരണം കറണ്ട് അഫയേഴ്സ് നമുക്കറിയാം അത്ര ഇമ്പോർട്ടൻ്റ് ഉള്ള ടോപ്പിക്കാണ് കറണ്ട് അഫയേഴ്സ്. 20 മാർക്സ് ആണ്. അപ്പോൾ ഏപ്രിൽ 2025 വരെയാണ് നമ്മൾ പഠിച്ച് തീർക്കേണ്ടത്. ഈ ഒരു മാസത്തെ കറണ്ട് അഫെയർ നിർബന്ധമായിട്ടും പഠിച്ചു വയ്ക്കുക. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇന്നത്തെ ദിവസം സ്പെൻഡ് ചെയ്യാം കറണ്ട് അഫെയർസിൻ്റെ കാര്യത്തിൽ. ഇനി അടുത്തത് SCERT ഹോട്ട് ചാപ്റ്റേഴ്സിലേക്ക് വരാം. അവിടെ നിങ്ങൾ പഠിക്കേണ്ടത് ന്യൂ SCERTയിൽ 9th സ്റ്റാൻഡേർഡ് ചാപ്റ്റർ 7 മണലാരണ്യത്തിലൂടെ എന്നൊരു ചാപ്റ്റർ ഉണ്ട്, അത് പഠിക്കുക കേട്ടോ. ഡെസേർട്സുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ചാപ്റ്ററാണ്, അത് പഠിക്കുക. പിന്നെ വരുന്നത് SCERTയിൽ തന്നെ 10th സ്റ്റാൻഡേർഡിൽ നമുക്കറിയാലോ, 10th സ്റ്റാൻഡേർഡ് ചാപ്റ്റർ 2 കാറ്റിൻ്റെ ഉറവിടം തേടി എന്ന് പറഞ്ഞിട്ടൊരു ഭാഗമുണ്ട്. പഴയ 10th സ്റ്റാൻഡേർഡാണ്, ഇപ്പം മാറി വന്നതല്ല കേട്ടോ. പഴയ 10th സ്റ്റാൻഡേർഡ് ചാപ്റ്റർ 2 കാറ്റിൻ്റെ ഉറവിടം തേടി എന്നൊരു ചാപ്റ്റർ ഉണ്ട്. അതിൽ പറയുന്നത് അന്തരീക്ഷ മർദ്ദവും കാറ്റും ആ ഒരു ഭാഗത്തെക്കുറിച്ചൊക്കെയാണ്. അപ്പോൾ ഇത് നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ലിങ്ക് 3 ക്ലാസ്സുകളായിട്ടാണ് ചെയ്തേക്കുന്നത്. ടോപ്പിക് ലെങ്ത് കൂടാതിരിക്കാൻ വേണ്ടി 3 ക്ലാസ്സായി സ്പ്ലിറ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാവുന്ന രീതിയിലാണ്. അതിന് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടായിരിക്കും, അത് കാണാം. അടുത്തത് ഗതാഗതം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ തന്നെ ജലഗതാഗതം, നാഷണൽ വാട്ടർവേസ് ഇന്ത്യ
ഇന്ത്യയിലെയും കേരളത്തിലെയും കാര്യങ്ങൾ. അപ്പോൾ അതെല്ലാം ഇൻക്ലൂഡാക്കി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആയിരിക്കും. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ വളരെ റീസെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ് അത് നിങ്ങൾ കാണാം. അപ്പോൾ 4 വീഡിയോയുടെ ലിങ്ക് ആയിരിക്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കുക. അത് 4ഉം കാണുക. അത് 4ഉം കാണുമ്പോഴേക്കും നമ്മളുടെ ഇവിടുത്തെ 2 ടോപ്പിക്ക് കംപ്ലീറ്റ് ആവും കേട്ടോ. ചെറിയ ക്ലാസ്സുകളാണ് 4ഉം. അപ്പോൾ സ്പീഡ് കൂട്ടിയിട്ടൊന്ന് കണ്ടാലും നിങ്ങൾക്കത് പെട്ടെന്ന് കണ്ടു തീർക്കാനായിട്ട് സാധിക്കും. ആ ടോപ്പിക്ക് അവിടെ കവർ ആവുകയും ചെയ്യും. അടുത്ത ടോപ്പിക്കിലേക്ക് വരുമ്പോൾ സമുദ്രജല പ്രവാഹങ്ങളാണ്. ഹോട്ട് ടോപ്പിക്കാണ്. ഈ സമുദ്രജല പ്രവാഹങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്ലാസ് നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് നമ്മൾ 10th മെയിൻസ് ഹോട്ട് ടോപ്പിക് എന്ന ആ ഒരു പ്ലേലിസ്റ്റിൽ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ അത് കാണാം കേട്ടോ. ഇനി അടുത്തത് ഉത്തരപർവ്വത മേഖല. ഉത്തരപർവ്വത മേഖല എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച ലോകത്തിൻ്റെ നെറുകയിൽ എന്ന ചാപ്റ്ററിൽ അത് ഓൾമോസ്റ്റ് കവറായി. എങ്കിൽ കൂടിയിട്ടും ഉത്തരപർവ്വത മേഖലയിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു വരുന്നതുകൊണ്ട് ഏത് ഭാഗത്ത് നിന്ന് ചോദിക്കും നമുക്കറിയില്ല. അത് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിച്ചു വെക്കുക. കയ്യിലുള്ള റാങ്ക് ഫയലൊക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് കിട്ടാവുന്ന സോഴ്സുകൾ ഉപയോഗിച്ച് ഉത്തരപർവ്വത മേഖലയെക്കുറിച്ചുള്ള മാക്സിമം പോയിന്റ്സ് കളക്ട് ചെയ്ത് പഠിക്കുന്നത് വളരെ നന്നായിരിക്കും. ഇനി ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ടൈം ടേബിൾ ഫോളോ ചെയ്യുന്നതിൽ കുറേ ആളുകൾ PSCക്ക് വേണ്ടി മാത്രം ടൈം കണ്ടെത്തി സ്പെൻഡ് ചെയ്യുന്ന അങ്ങനെയുള്ള ആളുകളാണ്. ചില ആളുകൾ ഞാൻ മനസ്സിലാക്കിയിടത്തോളം വർക്കിംഗ് ആയിട്ടുള്ള ആളുകളും വീട്ടമ്മമാരും ഉണ്ട്. അവരെ സംബന്ധിച്ച് നമ്മളിടുന്ന ആ ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്യാനുള്ള പ്രയാസമാണ് ഞാൻ കമൻറ്റ് ബോക്സിൽ കണ്ടത്. എനിക്ക് മനസ്സിലാവുന്നുണ്ട് കാര്യങ്ങൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഹോട്ട് ടോപ്പിക്സ് ഒന്ന് കുറച്ച് SCERTയിലേക്ക് വന്നത്. എന്ന് വെച്ചാൽ ഹോട്ട് ടോപ്പിക്ക് കട്ട് ചെയ്തു എന്നല്ല അവിടെ ഉദ്ദേശിച്ചത്. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. കഴിഞ്ഞ ദിവസത്തെ ഡേ 5ലെ ടൈം ടേബിളിൽ നമ്മൾ ലോകത്തിൻ്റെ നെറുകയിൽ എന്നൊരു ചാപ്റ്റർ ഇൻക്ലൂഡ് ചെയ്തു. ആ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ പഠിക്കുന്നത് ഹിമാലയവും അതിൻ്റെ സബ് ഡിവിഷൻസും അങ്ങനെയുള്ള കാര്യങ്ങൾ, ഉത്തരപർവ്വത മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ ഉത്തരപർവ്വത മേഖല എന്നൊരു ടോപ്പിക്ക് സെപ്പറേറ്റ് ഹോട്ട് ടോപ്പിക്കായി തരാതെ ഈ ഒരു ചാപ്റ്ററാണ് നിങ്ങൾക്ക് അവിടെ തന്നത്. ഓക്കെ, നമ്മൾക്കിപ്പോൾ വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്റർ പഠിച്ചാലും കിട്ടും. പക്ഷേ അതിനേക്കാൾ ഡീറ്റെയിൽഡ് ആയിട്ട് എവിടെയുണ്ട്? ലോകത്തിൻ്റെ നെറുകയിൽ എന്ന് പറയുന്ന ചാപ്റ്ററിൽ, പുതിയ SCERT ചാപ്റ്ററിലുണ്ട്. അപ്പോൾ ഈ ഉത്തരപർവ്വത മേഖല എന്ന ടോപ്പിക്ക് അവിടെ കട്ട് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ലോകത്തിൻ്റെ നെറുകയിൽ എന്ന SCERT ലെസൺ തന്നത്. അതിനർത്ഥം ഹോട്ട് ടോപ്പിക്ക് കട്ട് ചെയ്തു എന്നല്ല. ഓക്കെ, നമ്മളെല്ലാവരെയും പരിഗണിച്ചുകൊണ്ടുള്ള ഒരു ടൈം ടേബിളാണ് ഇടുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഉത്തരപർവ്വത മേഖല എന്നുള്ള ആ ഒരു ടോപ്പിക്ക് സമയമുള്ളവർക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ഇന്ന് മുതലുള്ള ടൈം ടേബിൾ തരുന്നത് ഇങ്ങനെയാണ്. ഇപ്പോൾ ഒരു ഹോട്ട് ടോപ്പിക്ക് ഇൻക്ലൂഡ് ആവുന്ന ലെസൺ നിങ്ങൾക്ക് തരും. അതോടൊപ്പം ആ ലെസണിലെ തന്നെ ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്ന ഒരു ടോപ്പിക്ക് കൂടി നിങ്ങൾക്ക് തരികയാണ് ഹോട്ട് ടോപ്പിക്കിൽ. അപ്പോൾ സമയം അധികമുള്ളവർക്ക് ഈ ഒരു ടോപ്പിക്ക് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. കാരണം ഈ ടോപ്പിക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നമ്മൾ ഹോട്ട് ടോപ്പിക്ക് എന്ന് പറഞ്ഞിട്ട് അതിൽ തരുന്നത്. അപ്പോൾ ഈ SCERT ലെസൺ, സമയക്കുറവുള്ളവർക്ക് SCERT ലെസൺ പഠിക്കുന്നതിലൂടെ അവർ ആ ടോപ്പിക്കിലൂടെ കടന്നു പോകും. സമയം അധികമുള്ളവർക്ക് ഈ ഒരു ടോപ്പിക്ക് ഹോട്ട് ടോപ്പിക്കിൻ്റെ അണ്ടറിൽ തരും. അത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുകയും ചെയ്യാം. അപ്പം എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു കാര്യത്തിലേക്കാണ് നമ്മൾ ഷിഫ്റ്റ് ആവുന്നത് കേട്ടോ. ഷിഫ്റ്റ് ആവുക എന്ന് പറയാൻ പറ്റില്ല, ആ രീതിയാണ് ഞാൻ കഴിഞ്ഞ ദിവസം തൊട്ട് ഫോളോ ചെയ്ത് വന്നത്. ഓക്കെ, അപ്പോൾ ഹോട്ട് ടോപ്പിക്ക് അവോയ്ഡ് ചെയ്യല്ലേ മിസ്സേ എന്ന് പറഞ്ഞുള്ള കമൻറ്റിനുള്ള റിപ്ലൈ ആണ് ഈ തന്നത്. മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നലെ പഠിച്ച ലോകത്തിൻ്റെ നെറുകയിൽ എന്ന ചാപ്റ്ററിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഉത്തരപർവ്വത മേഖലയാണ് ഇന്ന് ഞാൻ ഹോട്ട് ടോപ്പിക്കിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. അത് പഠിക്കാൻ സമയമുള്ളവർക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക. അല്ലാത്തവർ ലോകത്തിൻ്റെ നെറുകയിൽ എന്ന ചാപ്റ്റർ പഠിച്ചാലും മതി. ഓക്കെ, ജലഗതാഗതവും സമുദ്രജല പ്രവാഹങ്ങളും ചെറിയ 2 ടോപ്പിക്കുകളാണ്. അത് രണ്ടും പഠിക്കുക. ജലഗതാഗതത്തിൻ്റെ വീഡിയോ നമുക്കുണ്ട്. പിന്നെ സമുദ്രജല പ്രവാഹങ്ങൾ നാളെ അപ്ലോഡ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ഉത്തരപർവ്വത മേഖല ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ സമയമുള്ളവർ മാത്രം പഠിച്ചാൽ മതി. അല്ലാത്തവർ ലോകത്തിൻ്റെ നെറുകയിൽ എന്ന SCERT ലെസൺ നന്നായി പഠിക്കുക. ക്ലിയർ ആണല്ലോ? ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് തുടർന്ന് ലഭിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്ത ഒരുപാട് പേരുണ്ട്. സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതുപോലെ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി ഷെയർ ചെയ്തെത്തിക്കുക. എന്ത് അഭിപ്രായങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ്. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.